Third one, find the Laplace transform of sin square t. Sin square t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സൈൻ സ്ക്വയർ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാൻ പല മെത്തേഡ് ഉണ്ട്. നമ്മളിപ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച് നമ്മൾ ഡെറിവേറ്റീവ് ഒന്നും യൂസ് ചെയ്യാതെ ചെയ്യാനാണെങ്കിൽ സൈൻ സ്ക്വയർ ടിയെ നമുക്ക് 1 മൈനസ് കോസ് 2t/2 എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാം. സൈൻ സ്ക്വയർ ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് t/2. Therefore, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ സ്ക്വയർ ടി ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോം 1 മൈനസ് കോസ് 2t/2 ആണ്. അപ്പോൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി അനുസരിച്ച് അത് L of 1/2 മൈനസ് L of cos 2t/2 എന്ന് വരും. അപ്പോൾ നമുക്കതിനെ 1/2 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് 1/2 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 2t എന്ന് വരും. ഇനി 1/2 കോമൺ ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം 1/2 ഇവിടെ ഉണ്ട്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറയുന്നത് 1/s ആണ്. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 2t എന്ന് പറയുമ്പോഴത്തേക്കും അത് s ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ അല്ലേ വരുന്നത്. സോ 1/2 LC എടുക്കുമ്പോൾ s സ്ക്വയർ പ്ലസ് 4 മൈനസ് s സ്ക്വയർ ഡിവൈഡഡ് ബൈ s ഇൻറ്റു s സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. LC എടുത്തതാണ് s സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ മൈനസ് s സ്ക്വയർ ഡിവൈഡഡ് ബൈ s ഇൻറ്റു s സ്ക്വയർ പ്ലസ് 4. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പം ന്യൂമറേറ്ററിൽ s സ്ക്വയറും പോകുമ്പോൾ 4 ഡിവൈഡ് ബൈ 2 ഇൻറ്റു s സ്ക്വയർ പ്ലസ് 4 2 ഇൻറ്റു s വിട്ടുപോയതാ 2 ഇൻറ്റു s ഇൻറ്റു s സ്ക്വയർ പ്ലസ് 4 ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഡിവൈഡ് ബൈ s ഇൻറ്റു s സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. സൈൻ സ്ക്വയർ ടിയുടെ നമുക്ക് കിട്ടുന്ന ഫോർമുല 2 ഡിവൈഡ് ബൈ s ഇൻറ്റു s സ്ക്വയർ പ്ലസ് 4 ആണ്. ഇനി നമുക്ക് ഇതിനെ ഡെറിവേറ്റീവ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ എഫ് ഓഫ് ടി ഈക്വൽ ടു സൈൻ സ്ക്വയർ ടി എടുത്തു. അപ്പം എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് 2 സൈൻ ടി കോസ് ടി ആണ്. അപ്പം എഫ് ഓഫ് 0 സൈൻ 0 ആയതുകൊണ്ട് 0 വരും. എഫ് ഡാഷ് ഓഫ് 0യും 0 വരും. എഫ് ഡബിൾ ഡാഷ് ഇതിന് നമുക്ക് എഫ് ഡാഷ് ഓഫ് ടി നമുക്ക് 2 സൈൻ ടി കോസ് ടി. 2 സൈൻ ടി കോസ് ടി എന്ന് പറയുന്നത് എന്താണ്? സൈൻ 2t ആണ്. അതൊരു നമുക്ക് റിസൾട്ടാണ്. അത് സൈൻ 2t ആണ്. അപ്പം എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് സൈൻ 2t ആണ്. അപ്പം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് നമ്മൾ ഇത്ര നേരം യൂസ് ചെയ്ത എഫ് ഡബിൾ ഡാഷിന്റെ ഫോർമുലയാണ്. ഇത് എഫ് ഡാഷിന്റെ ഫോർമുലയ്ക്ക് അത് കൊടുക്കുവാണെങ്കിൽ അത് എസ് ഇൻറ്റു എൽ ഓഫ് എഫ് മൈനസ് എഫ് ഓഫ് 0 എന്ന് പറയാൻ പറ്റും. ഇനി എൽ ഓഫ് എഫ് ഡാഷ് എന്ന് പറയുന്നത് എൽ ഓഫ് സൈൻ 2t മൈനസ് ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു എൽ ഓഫ് എഫ് മൈനസ് എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അതെന്താ? സൈൻ 2t ഈസ് ഈക്വൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു എൽ ഓഫ് എഫ് എന്ന് വരും. ഇംപ്ലൈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t എന്ന് പറയുന്നത് 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു എൽ ഓഫ് എഫ് എന്ന് വരും. ഇംപ്ലൈസ് എൽ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ ഈ എസ് വെച്ച് ഡിവൈഡ് ചെയ്യണം എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ അല്ലെങ്കിൽ എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് കിട്ടി. അത് തന്നെയാണ് നമുക്ക് നേരത്തെ ചെയ്തപ്പോഴും ഇവിടെ കിട്ടിയതും ഈ സെയിം ആൻസർ ആയിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ 2 രീതിയിലും ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ചെയ്ത് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ സൈൻ സ്ക്വയർ ടി ചുമ്മാ സൈൻ സ്ക്വയർ ടി ആണ് ചോദിക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് 1 മൈനസ് കോസ് 2t ഡിവൈഡഡ് ബൈ 2 എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സൈൻ സ്ക്വയർ ടിയുടെ ഡെറിവേറ്റീവ് എടുക്കുക. സൈൻ സ്ക്വയർ ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2 സൈൻ ടി കോസ് ടി ആണ്. അത് സൈൻ 2tയുടെ. അപ്പോൾ സൈൻ 2tയുടെ ഫോർമുല നമുക്ക് അറിയാവുന്നത് കൊണ്ട് എൽ എഫ് ഡാഷിന്റെ ഫോർമുലയ്ക്കകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. Let f of t equal to t sin omega t. T sin omega t. Find ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ്. അപ്പോൾ നമുക്ക് സൈൻ ഒമേഗ ടിയുടെ അറിയാം, പക്ഷെ ടി സൈൻ ഒമേഗ ടിയുടെ നമുക്ക് കാണാതെ അറിയത്തില്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ എഫ് ഓഫ് ടി ഈക്വൽ ടു
ടി സൈൻ ഒമേഗ ടി എടുക്കുവാണെങ്കിൽ എഫ് ഓഫ് സീറോ എന്ന് പറയുന്നത് സൈൻ സീറോ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ടി ഇൻറ്റു സി, ഇവിടെ സീറോ ഇൻറ്റു സൈൻ സീറോ ആണ്, സീറോ വരും. എഫ് ഡാഷ് ഓഫ് ടി നമ്മൾ എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സൈൻ്റെ ഡെറിവേറ്റീവ് കോസ്, അപ്പം ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി എന്ന് പറയുമ്പം സൈൻ ഒമേഗ ടി എന്ന് വരും. അപ്പം എഫ് ഡാഷ് ഓഫ് ടി നമുക്ക് ചെയ്യുമ്പം ടി ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് സൈൻ ഒമേഗ ടി വരും. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സീറോ എന്ത് വരും? ഈ ടേമിൻ്റെ അത് ടി ഉള്ളതുകൊണ്ട് സീറോ വരും, ഇതിൻ്റെ അത് സൈൻ സീറോ ആയതുകൊണ്ട് സീറോ വരും. 0 പ്ലസ് 0 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സീറോ സീറോ ആണ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി നമുക്ക് ചെയ്യുമ്പം എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ചെയ്യുമ്പം ഒമേഗ കോൺസ്റ്റന്റ് ആണ്, ഒമേഗ ഇൻറ്റു ടി കോസ് ഒമേഗ ടി ആണ്. അപ്പോൾ അത് കോസ് ഒമേഗ ടി മൈനസ് ഒമേഗ ടി സൈൻ ഒമേഗ ടി എന്ന് വരും. പ്ലസ് സൈൻ ഒമേഗ ടിയുടേത് ഒമേഗ കോസ് ഒമേഗ ടി എന്ന് വരും. അപ്പോൾ നമുക്ക് എഫ് ഡബിൾ ഡാഷ് ചെയ്യുമ്പം നമുക്ക് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി മൈനസ് ഒമേഗ ടി സൈൻ ഒമേഗ ടി, ഇത് പ്രൊഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഒമേഗ പുറത്തെടുത്തു, ടി കോസ് ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് ആണ് ബ്രാക്കറ്റിലിട്ടേക്കുന്നത്. പിന്നെ സൈൻ ഒമേഗ ടിയുടെ ഒമേഗ കോസ് ഒമേഗ ടി വരും. അപ്പോൾ ഇത് ഒമേഗ കോസ് ഒമേഗ ടി മൈനസ് ഒമേഗ സ്ക്വയർ ടി സൈൻ ഒമേഗ ടി പ്ലസ് ഒമേഗ കോസ് ഒമേഗ ടി എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഒമേഗ കോസ് ഒമേഗ ടി മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ടി സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് നമ്മുടെ എഫ് ഓഫ് ടി ആണ്. അപ്പം നമുക്ക് എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 2 ഒമേഗ കോസ് ഒമേഗ ടി മൈനസ് ഒമേഗ സ്ക്വയർ എഫ് ഓഫ് ടി എന്ന് കിട്ടി. അതിൽ 2 ഒമേഗ കോൺസ്റ്റന്റ് ആണ്. കോസ് ഒമേഗ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം. Therefore നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുവാണ്. എൽ എഫ് ഡാഷ് ഓഫ് ഇസ് ഈക്വൽ ടു, എൽ എഫ് ഡാഷിന്റെ ഫോർമുലയ്ക്കകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ അത് എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് എഫ് മൈനസ് എസ് ഇൻറ്റു എഫ് ഓഫ് സീറോ മൈനസ് എഫ് ഡാഷ് ഓഫ് സീറോ എന്ന് വരും അല്ലേ. ഫോർമുലയ്ക്കകത്ത് നമ്മൾ കൊടുക്കുമ്പോൾ എൽ എഫ് ഡാഷ് എഫ് ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് എഫ് മൈനസ് എസ് ഇൻറ്റു എഫ് ഓഫ് സീറോ മൈനസ് എഫ് ഡാഷ് ഓഫ് സീറോ എന്ന് കിട്ടി. അതിൽ എഫ് ഓഫ് സീറോയും എഫ് ഡാഷ് ഓഫ് സീറോയും സീറോയാണ്. എൽ എഫ് ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് 2 ഒമേഗ കോസ് ഒമേഗ ടി മൈനസ് ഒമേഗ സ്ക്വയർ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ എൽ ഓഫ് എഫ് മൈനസ് 0 മൈനസ് 0. അപ്പം ഇത് നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി അനുസരിച്ച് 2 ഒമേഗ എൽ കോസ് ഒമേഗ ടി മൈനസ് ഒമേഗ സ്ക്വയർ എൽ ഓഫ് എഫ് ഓഫ് ടി, അത് എൽ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ എൽ ഓഫ് എഫ് എന്ന് വരും. അപ്പോൾ എൽ ഓഫ് ടേമിന് നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ 2 ഒമേഗ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ഒമേഗ ടി നമുക്ക് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്, ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയറിനെ കൂടെ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എൽ ഓഫ് എഫ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. എൽ ഓഫ് എഫ് കോമൺ ആയിട്ട് പുറത്തെടുത്തു, ഒമേഗ സ്ക്വയറും എസ് സ്ക്വയറും വരും. ദെർഫോർ നമുക്ക് വേണ്ടത് എന്താണ്? എൽ ഓഫ് എഫ് ആണ്. ദെർഫോർ എൽ ഓഫ് എഫ് കിട്ടാൻ വേണ്ടി എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വെച്ച് രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യണം. അപ്പം ഇതിന് നമുക്ക് 2 ഒമേഗ എസ് ആണ് ന്യൂമറേറ്ററി വരുന്നത്. ഓൾറെഡി ഒരു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഉണ്ട്, പിന്നെ ഒരു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഒമേഗ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി. അപ്പം നമുക്കൊന്നും കൂടെ റിസൾട്ടായിട്ട് എഴുതാം. Therefore ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സൈൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു 2 ഒമേഗ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. 2 ഒമേഗ എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് ഓർക്കേണ്ടത്. നമ്മൾ നേരത്തെ 10-12 റിസൾട്ട് സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് ടേബിൾ ചെയ്തതുപോലെ ഓർത്തിരിക്കുവാണെങ്കിൽ ഇൻവേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. Find the Laplace transform of
find the Laplace transform of t cos 80. t cos 80. നമുക്ക് എഫ് ഓഫ് ടി ഈക്വൽ ടു ടി വരുമ്പോഴൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം ഇൻ്റഗ്രേഷൻ. നമുക്ക് ടി കോസ് 80 ഒക്കെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്നത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം പഠിച്ച ഫോർമുല ഇൻ്റഗ്രൽ 0 to ∞ ടി കോസ് 80 എന്നുള്ള ഫോർമുല വെച്ചിട്ട് വേണം ചെയ്യാൻ. അതിലും എളുപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി കോസ് 80 എടുത്താൽ എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് കോസ് 80 മൈനസ് എ ടി സൈൻ 80 എന്ന് വരും. ഇവിടെ എഫ് ഓഫ് 0 0 ആണ്. ഇവിടെ ടി ടേം ഉള്ളതുകൊണ്ട് 0 ആയിരിക്കും. എഫ് ഡാഷ് ഓഫ് 0 ചെയ്യുമ്പം കോസ് 0 1 ആണ്. ഇവിടെ 0, അപ്പം 1 മൈനസ് 0 1 വരും. എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി ചെയ്യുമ്പം കോസിൻ്റേത് മൈനസ് എ സൈൻ 80. ഇവിടെ മൈനസ് എ കോൺസ്റ്റന്റ് ആണ്. ഇപ്പം ടി സൈൻ 80 ചെയ്യുമ്പം സൈൻ 80 പ്ലസ് 80 കോസ് 80 എന്ന് വരും, which is equal to minus a sin 80 minus a sin 80 minus a square t cos 80 എന്ന് വരും. അപ്പം മൈനസ് 2a sin 80 മൈനസ് എ സ്ക്വയർ ഇൻറ്റു ടി കോസ് 80 എന്ന് പറയുന്നത് എഫ് ഓഫ് ടി ആണ്. therefore എൽ എഫ് ഡബിൾ ഡാഷിൻ്റെ ഫോർമുല നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ എൽ എഫ് ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് എഫ് മൈനസ് നമുക്ക് എസ് ഇൻറ്റു എഫ് ഓഫ് 0 മൈനസ് എഫ് ഡാഷ് ഓഫ് 0 എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാം. ഇനി എൽ ഓഫ് എഫ് ഡബിൾ ഡാഷിൻ്റെ അവിടെ എന്താണ് വരുന്നത്? മൈനസ് 2a സൈൻ 80 മൈനസ് എ സ്ക്വയർ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് എഫ് മൈനസ് എഫ് ഓഫ് 0 0 ആണ്. എഫ് ഡാഷ് ഓഫ് 0 1 ആണ്. ഇപ്പം നമുക്ക് ഇത് ഇവിടെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 2a എൽ സൈൻ 80 മൈനസ് എ സ്ക്വയർ എൽ എഫ് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ എൽ ഓഫ് എഫ് മൈനസ് 1 വരും. നമുക്ക് ഈ എ സ്ക്വയർ എൽ എഫ് അങ്ങോട്ടും മൈനസ് 1 ഇങ്ങോട്ടും കൊണ്ടുവരുവാണെങ്കിൽ 1 മൈനസ് 2a ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 80. സൈൻ 80യുടെ ഫോർമുല എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അപ്പം മൈനസ് 2a ഇൻറ്റു എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഈ മൈനസ് 1 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 1 ആവും. ഇവിടെ എ സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ എ സ്ക്വയർ എൽ ഓഫ് എഫ് പ്ലസ് എസ് സ്ക്വയർ എൽ ഓഫ് എഫ്. നമുക്ക് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എൽ ഓഫ് എഫ് എന്ന് കിട്ടും. നമ്മളിവിടെ എൽ സി എടുക്കുവാണെങ്കിൽ ഇത് ഇത് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2a സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും. ഇവിടെ എൽ സി എടുക്കുകയാണ്. ഇവിടുത്തെ ന്യൂമറേറ്റർ 1 മൈനസ് 2a സ്ക്വയർ അല്ലേ. അപ്പം എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2a സ്ക്വയർ ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് എഫ്. ഇവിടെ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വരും. implies s square plus a square L of f is equal to s square minus a square divided by s square plus a square the whole square. Therefore L of f is equal to s square minus ഇവിടെ സ്ക്വയർ ഇല്ല മാറിപ്പോയതാണ് s square minus a square divided by ഈ s square plus a square വെച്ചും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് s square plus a square the whole square ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് Laplace transform of t sin 80 is equal to t cos 80. t cos 80 is equal to s square minus a square divided by s square plus a square whole square. അത് ഒരു റിസൾട്ട് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. Laplace transform of t cos 80 is equal to s square minus a square divided by s square plus a square the whole square. ഇങ്ങനെ നമുക്ക് ടിയുടെ കൂടെ വരുന്ന ഏതിൻ്റെ വേണമെങ്കിലും ചെയ്യാം. അടുത്തത് ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി കോസ് h 80. അപ്പം നമുക്ക്
എഫ് ഓഫ് ടി ഈക്വൽ ടു ടി കോസ് എച്ച് എ ടി എന്ന് എടുക്കുവാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് കോസ് എച്ച് എ ടി പ്ലസ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എച്ച് എ ടി ആണ് വരുന്നത്. എഫ് ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആദ്യം കോസ് എച്ച് എ ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി, അത് കോസ് എച്ച് എ ടി പ്ലസ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എച്ച് എ ടി സൈൻ എച്ച് എ ടി എന്ന് വരും. ഇവിടെ ഞാൻ ഒരു എ വിട്ടുപോയതാണ്, എയും കൂടെ വരുവേ. കോസ് എച്ച് എ ടി അല്ലേ, കോസ് എച്ച് ടി ആണെങ്കിൽ സൈൻ എച്ച് ടി വരും, കോസ് എച്ച് എ ടി ആണെങ്കിൽ എ സൈൻ എച്ച് എ ടി വരും. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി എടുക്കുവാണെങ്കിൽ കോസ് എച്ച് എ ടിയുടെ ഡെറിവേറ്റീവ് എ സൈൻ എച്ച് എ ടി പ്ലസ് എ ഇൻറ്റു ടി സൈൻ എച്ച് എ ടി ചെയ്യുമ്പം സൈൻ എച്ച് എ ടി പ്ലസ് ടി ഇൻറ്റു എ കോസ് എച്ച് എ ടി എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു എ സൈൻ എച്ച് എ ടി പ്ലസ് എ സൈൻ എച്ച് എ ടി പ്ലസ് എ സ്ക്വയർ ടി കോസ് എച്ച് എ ടി എന്ന് വരും. അപ്പം ദിസ് ഈസ് ഈക്വൽ ടു 2a സൈൻ എച്ച് എ ടി പ്ലസ് എ സ്ക്വയർ എഫ് ഓഫ് ടി എന്ന് വരും. ഇനി എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0, അതിൻ്റെ അത് ടി ടേം ഉള്ളതുകൊണ്ട്. ഇനി എഫ് ഡാഷ് ഓഫ് 0 എടുക്കുവാണെങ്കിൽ അത് 1 കോസ് എച്ച് ഓഫ് 0 എന്ന് പറയുന്നത് ഇ റേസ് ടു 0 പ്ലസ് ഇ റേസ് ടു മൈനസ് 0/2 1 പ്ലസ് 1/2 1 ആണ്. ഇവിടെ 0 വരും, അപ്പോൾ 1 പ്ലസ് 0 1 വരും. എൽ എഫ് ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് മൈനസ് എസ് ഇൻറ്റു എഫ് ഓഫ് 0 മൈനസ് എഫ് ഡാഷ് ഓഫ് 0 എന്ന് വരും. എൽ ഓഫ് 2a സൈൻ എച്ച് എ ടി ഈസ് ഈക്വൽ സൈൻ എച്ച് എ ടി പ്ലസ് മാറിപ്പോയ എ സ്ക്വയർ എഫ് ഓഫ് ടി, ഇത്രയാണ് ഒരുമിച്ച് വരുന്നത്, ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ എൽ ഓഫ് എഫ് മൈനസ് എസ് ഇൻറ്റു എഫ് ഓഫ് 0 0 ആണ്, എഫ് ഡാഷ് ഓഫ് 0 1 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു ഇംപ്ലൈസ് 2a ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എച്ച് എ ടി പ്ലസ് എ സ്ക്വയർ എൽ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ എൽ ഓഫ് എഫ് മൈനസ് 1 എന്ന് വരും. നമുക്ക് ഈ -1 ഇങ്ങോട്ടും എ സ്ക്വയറിനെ അപ്പുറത്തോട്ടും കൊണ്ടുപോകാം. പിന്നെ നമുക്ക് സൈൻ എച്ച് എ ടിയുടെ ഫോമിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എച്ച് എ ടിയും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ഈ 1നെ ഇങ്ങോട്ട് കൊണ്ടുപോയി എ സ്ക്വയർ എൽ ഓഫ് എഫിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി 2a ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എച്ച് എ ടി എന്നുള്ള ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ സൈൻ എച്ച് എ ടിയുടെ ഫോമുലയ്ക്കകത്തോട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എച്ച് എ ടി എന്ന് പറയുന്നത് എ ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പം ദിസ് ഈസ് ഈക്വൽ ടു 2a ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എച്ച് എ ടി, അത് എ ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് 1, ഈ -1 ഇങ്ങോട്ട് പോകുന്നത് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ, ഈ എ സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് എ സ്ക്വയർ എൽ ഓഫ് എഫ് എന്ന് വരും. ഇവിടെ നമുക്ക് എൽ സി എടുത്ത് സിംപ്ലിഫൈ ചെയ്യണം. 2a സ്ക്വയർ മൈനസ് പ്ലസ് പ്ലസ് എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ 2a സ്ക്വയർ ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് 1. അപ്പോൾ അത് 2a സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് എന്ന് വരും. ഇനി ഇത് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് എന്ന് വരും. Therefore, Laplace transform of f is equal to, നമ്മൾ ഈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇതും ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി കോസ് എച്ച് എ ടി ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ.
കോസറ്റ് എച്ച് ഡിയിൽ നിന്ന് കോസറ്റ് എച്ച് ഡിയുടെ ഫോർമുല നമുക്കറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ടി കോസറ്റ് എച്ച് ഡിയുടെ ഫോർമുലയും കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സൈൻ എച്ച് എ ടി. അതിപ്പോൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ ചെയ്യുവാണ്. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി സൈൻ എച്ച് എ ടി. എഫ് ഡാഷ് ഓഫ് ടി ചെയ്യുമ്പം സൈൻ എച്ച് എ ടി പ്ലസ് ടി ഇൻറ്റു എ കോസ് എച്ച് എ ടി. എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി ചെയ്യുമ്പം എ കോസ് എച്ച് എ ടി പ്ലസ് എ ഇൻറ്റു കോസ് എച്ച് എ ടി പ്ലസ് എ ടി സൈൻ എച്ച് എ ടി. എഫ് ഓഫ് 0 0. എഫ് ഡാഷ് ഓഫ് 0 എടുക്കുമ്പോൾ സൈൻ എച്ച് 0 0 ആണ്. ഇവിടെ 0 ആയതുകൊണ്ട് ഇത് 0 വരും. വിച്ച് ഈസ് ഈക്വൽ ടു എ കോസ് എച്ച് എ ടി പ്ലസ് എ കോസ് എച്ച് എ ടി പ്ലസ് എ സ്ക്വയർ ടി സൈൻ എച്ച് എ ടി. 2a cos h a t plus a square f of t എന്ന് കിട്ടി. Therefore, L f dash f double dash is equal to s square into L of f minus s into f of 0 minus f dash of 0. From L of 2a cos h a t plus a square f of t is equal to s square L of f. അടുത്ത രണ്ട് ടേംസും 0 ആണ്. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. implies 2 into Laplace transform of cos h a t plus a square into L of f is equal to s square L of f. L of f ടേം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം. implies 2a into നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എച്ച് എ ടി വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എച്ച് എ ടി എന്ന് പറയുന്നത് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എൽ ഓഫ് എഫ്. എ സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് എ സ്ക്വയർ ആകും. ഇംപ്ലൈസ് 2as by s square minus a square is equal to s square minus a square L of f. Therefore, L of f is equal to 2as divided by s square minus a square the whole square. അപ്പം അതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സൈൻ എച്ച് എ ടി. അതും സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. ഇസ് ഈക്വൽ ടു 2as divided by s square minus a square whole raised to 2.